മീനോട്ടിനെ വിളിച്ചോണ്ട് വന്നതാണ്. ഭയങ്കര മഴയാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. സാധനങ്ങളൊക്കെ തീർന്നായിരുന്നു. കുറച്ച് പച്ചക്കറി വാങ്ങിച്ചായിരുന്നു. ഏത്തക്കയും പച്ചക്കറിയൊക്കെ കുറച്ചെല്ലാം തീർന്നായിരുന്നു. ഏട്ടൻ പോയിട്ട് വാങ്ങിച്ചായിരുന്നു. ഏത്തക്കയും വാങ്ങിച്ചു. അതൊക്കെ അപ്പുറത്ത് അമ്മ കൊടുത്തത്. ഞാൻ അരി വാങ്ങിച്ചു. അരി വേണം. മഴയത്ത് മുഴുവൻ നനഞ്ഞു എൻ്റെ പൊന്നോ. പിന്നെ മീൻ വാങ്ങിയായിരുന്നു. 2 സൈസ് മീൻ വാങ്ങിച്ചാലും മത്തി വാങ്ങിച്ച അയലയും വെച്ചാൽ പിന്നെ മത്തി കറി വയ്ക്കാം. അയലെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് പിന്നെ വെക്കാൻ നമുക്കന്ന് വെച്ചു. പിന്നെ പാല് വാങ്ങിച്ചായിരുന്നു. ഓരോ ഒഴിച്ച് വയ്ക്കാനായിട്ട് മീനിന് തൈരിന് വേണ്ടിയിട്ട്. എനിക്ക് പനിയായതുകൊണ്ട് ഞാൻ പിന്നെ കഴിക്കില്ല. ഇനിയിപ്പോൾ ചായ ഇടാം. മീനോട്ടൊരു ചായയും പിന്നെ എന്തുവാ വേറെ അല്ലാതെ ഉള്ളിവട ഉള്ളിവടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതും കൂടെ മീനോട്ടത് നമുക്ക് കൊടുക്കാൻ കാഴ്ച. അത് 4 മണിക്ക് കഴിക്കാം. ഞാൻ ചായ എടുക്കാനായിട്ട് പാലൊക്കെ ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് പാലെടുത്തത്. കാരണം ഒരുപാട് തിക്കായിട്ട് കൊടുക്കേണ്ട. മീനുവിന് കഫക്കെട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ചായ എടുത്തു. മീനൂട്ടിക്ക് കോഫിയും കൊടുത്തേ. എന്നിട്ട് ഞങ്ങൾ ഉഴുന്നുവടയും ഒക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ പറയാം. സ്കൂളിലെ വിശേഷമൊക്കെ മീനൂട്ടൻ എന്നോട് പറയുവാണ്. ഭയങ്കര മഴയാട്ടോ, പുറത്ത് ഒരു രക്ഷയില്ല മഴ. എന്നിട്ട് മീനൂട്ടിന് ഞാൻ ബോണ്ട കൊടുത്തിട്ട് മീനൂട്ടൻ അത് കഴിച്ചില്ല. തിരിച്ചത് ബാക്കി അവിടെ കൊണ്ട് വയ്ക്കുകയാണ് ചെയ്തത്. അവളങ്ങ് ഒരുപാടൊന്നും കഴിക്കത്തില്ല. ചൂട് ഉഴുന്നുവടയാണെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ മീനൂട്ടൻ കൊണ്ടുപോയി ലഞ്ച് ബോക്സും അതും കുറേ പാത്രങ്ങളും ചായ അനത്തിയ പാത്രവും അതുമൊക്കെ കൂടെ ഞാൻ അങ്ങോട്ട് കഴിച്ചില്ല, കഴുകിയെല്ലാം വൃത്തിക്ക് വെച്ചു. അപ്പോൾ വൈകിട്ടത്തേക്കൊന്ന് ചോറ് വെക്കണമായിരുന്നേ. രാവിലെ ഉച്ചയ്ക്ക് എനിക്ക് മാത്രമുള്ള ചോറേ ഉള്ളായിരുന്നു. അത് ഇന്നലെ വെച്ചാൽ ഞാൻ വെച്ചൂറ്റെടുക്കുമായിരുന്നേ. അതാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഇത് വൈകിട്ടത്തേക്ക് ഞാൻ ചോറ് വെച്ചു. അരി തിളപ്പിച്ചു. ഞാൻ റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ മീൻ വെട്ടാന്ന് ഓർത്ത് ഞാൻ അയിലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേ. മത്തിയാണ് വെട്ടിക്കൂട്ടാൻ വയ്ക്കാം. കുറച്ചെടുത്ത് വറക്കാം, ബാക്കി മുളക് കറി വയ്ക്കാമെന്ന് ഓർത്തു. മീനൂട്ടനൊരു 3-4 വറക്കാനും വെച്ച നല്ല അടിപൊളി മീനൊക്കെ ഞാൻ വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് 4 വറക്കാനായിട്ട് എടുത്തായിരുന്നേ. അതിൽ തന്നെ ഇട്ടിട്ടുണ്ടോ, ഇനി മാറ്റണം. പിന്നെ വന്ന് കൂട്ടാൻ വയ്ക്കാനായിട്ട് പച്ചമുളക്, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, നമ്മുടെ സ്വന്തം കറിവേപ്പില, പിന്നെ കുടംപുളി. അത് ഞാൻ ചൂടുവെള്ളത്തിലിട്ടേക്കും കേട്ടോ. നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നു എന്തുവാ ചിത്രി ചട്ടിക്കകത്ത് കൂട്ടാൻ വയ്ക്കരുതെന്ന്. ഇത് മൺചട്ടിയാണ്. കമൻറ്റ് വന്നായിരുന്നു ഞാനിങ്ങനെ മീൻ കൂട്ടാൻ വെച്ചപ്പം. ഇത് ശരിക്കും മൺചട്ടിയാണ് കേട്ടോ. ഞാൻ മൺചട്ടിയിലാണ് വെച്ചാൽ ഇത് അല്ലാത്ത ചട്ടിയല്ല. ഓക്കെ, ഗ്യാസ് കത്തിച്ച് കൊടുത്തു. ഞാൻ കുറച്ച് സിമ്മിലാക്കി. ചൂടായി. ഇനി നമുക്ക് വെക്കാമേ. മീൻ കൂട്ടാൻ വയ്ക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ വെക്കണം. വെളിച്ചെണ്ണയ്ക്ക് വിലയാണെന്ന് പറഞ്ഞ് വെളിച്ചെണ്ണ ഒഴിക്കാതിരുന്നാൽ ടേസ്റ്റ് പോകും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചൂടാകട്ടെ. ഞാൻ കടുക് ഇടൂലായേ. കടുകിന് പകരം ഉലുവ ഒന്ന് പൊട്ടിട്ട് ഒരു കുറച്ച് എത്രയാണോ മീൻ അതനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തു. ഉലുവയൊക്കെ പൊട്ടാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുക്കാമേ. പിന്നെ കുറച്ച് പച്ചമുളക്, എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഇഞ്ചിനെ കുറച്ച് വലുപ്പത്തിൽ ഇട്ടതെന്ന് വെച്ചാൽ മീനൂന് എടുത്ത് മാറ്റാൻ പറ്റുവത്തിലാണ്. മീനൂന് കുഞ്ഞാന്ന് അരിഞ്ഞിട്ട് അത് കടിക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ അന്നത്തെ ദിവസം ആ മീൻ കൂട്ടാൻ കൂട്ടില്ല. അതൊക്കൊന്നും എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിക്ക് പിന്നെ അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങുമല്ലോ. രണ്ടും ഇറങ്ങുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ മീൻ കൂട്ടാൻ കണ്ട് നിങ്ങൾ മടുത്ത് കാണുമല്ലയോ. ഒരു മീൻ കൂട്ടാനും ഉണ്ട്, ഒരു ചിക്കൻ കൂട്ടാനും ഉണ്ട്. ഞാൻ വയ്ക്കുന്നത് അങ്ങനെ എടുത്ത് കാണിക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. നന്നായിട്ടായിരുന്നു വഴലട്ടെ. ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലോട്ട് ഇട്ട് കൊടുക്കാവേ. കറിവേപ്പില എത്ര ഇടുന്നു അത്രയും ടേസ്റ്റാണ്. അതിൻ്റെ ഫ്ലേവർ നല്ലതല്ലേ. നല്ല ജലദോഷമാണ് ഗൈസ്. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ട പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ടുണ്ട് കളറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൂടി നല്ലൊരു കളറ് കിട്ടും. എല്ലാ പൊടിയും കൂടെ ഒന്നിച്ചങ്ങെടുത്തേക്ക് തട്ടാം.
ഇടാം. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പക്ഷെ പച്ചമണം മാറിയോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പറ്റൂല, എൻ്റെ മൂക്കടച്ചിരിക്കൊണ്ട് മീനുവിനെ വിളിക്കണം. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാമേ. നന്നായിട്ട് നോക്കട്ടെ. നമുക്ക് നമ്മുടെ കുടംപുളി വെള്ളമില്ല, അത് കുടമ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാമേ. ചുമ വരുന്നുണ്ട്, ചുമയും തുമ്മലും ഒക്കെ വരുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് ഈ അരപ്പെല്ലാം കൂടി ഈ ചൂടുവെള്ളത്തിലും പുളിവെള്ളത്തിലും കിടന്നൊന്ന് വേകട്ടെ. ഓക്കെ, ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ. ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് എത്രയാണ് ഗ്രേവി വേണ്ടത് അത്രയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാതെ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി കരിയാപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളച്ച് വരട്ടെ. തിള വന്നു കഴിയുമ്പോൾ നമുക്ക് മീൻ പറക്കിയിടാമേ. തിളച്ച് തുടങ്ങി നമുക്ക് മീൻ പറക്കി ഇട്ട് കൊടുക്കാം. എല്ലാ മീനും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തിട്ട് എല്ലാം ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ അതിനെ മുക്കി കൊല്ലാം. ഒന്ന് വെള്ളത്തിൽ കിടന്ന് മുങ്ങി ചത്ത് വന്ന മീനാണ്. ഞാൻ തിളച്ച വെള്ളത്തിൽ ഇട്ട് മുക്കിക്കൊല്ലുക. ഓക്കെ, ഇനി അത് നന്നായിട്ടൊന്ന് വെന്ത് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അടച്ചു കൊടുത്തു ഒടിരുന്ന് നല്ല വെന്ത് വറ്റട്ടെ. ഈ മറക്കാൻ വെച്ചാൽ കുറച്ച് കരിയാപ്പില ഞാൻ ഇട്ടായിരുന്നു, കുറച്ച് വെളുത്തുള്ള കൂടി ചേർത്തിട്ട് എടുക്കാൻ പറ്റും. അതിന് മീൻ മറക്കാൻ ഇട്ടു. ഓക്കെ, നമുക്കത് ചോറ് വിളമ്പാം. എല്ലാം റെഡിയായി. ഞാനും കുളിച്ച് ഫ്രഷായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു വന്നിട്ട് വന്നു. ഈ ചോറിൻ്റെ മരുന്ന് കഴിക്കണം. ഒന്ന് ആവി പിടിച്ചാൽ ഒന്നും കൂടെ ആവി പിടിക്കണം. കഴിച്ചിട്ടാട്ടെ ചോറ് വിളമ്പാം. കുറച്ച് ചോറ്, പിന്നെ സൂപ്പറായിട്ട് മീൻ കറി ഉണ്ടോ. എനിക്ക് വാൽഭാഗമല്ല ഇഷ്ടം, ഈ തലയുടെ ഈ ഭാഗമാണ് ഇഷ്ടം. മീനിന് പക്ഷെ വാൽഭാഗമാണ് ഇഷ്ടം. ഓക്കെ, അതും എടുത്ത് വറുത്തതും കൂടെ എടുക്കാം. ഓക്കെ, കറിവേപ്പില എല്ലാം കൂടെ ഇടുന്നുണ്ട്. സൂപ്പറായിട്ട് മാറ്റി. നല്ല കറിവേപ്പിലയുടെ മണവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇതാണ്. ആദ്യം നിങ്ങളൊന്ന് കഴിച്ച് കാണിച്ചിട്ട് വേണം എനിക്കൊന്ന് സ്വസ്ഥമായിട്ടോടെ പോയത് നന്നായിട്ടൊന്ന് കഴിക്കാനായിട്ട്. ഓക്കെ, ഞാൻ വെച്ചുകൊണ്ട് പറയുമല്ല, നല്ല സൂപ്പറാണ്. മണം പക്ഷെ എനിക്ക് കിട്ടുന്നില്ല, മൂക്കടച്ചിരിക്കുന്നുണ്ട്. മീനോട്ടും പറഞ്ഞ നല്ല മണമാണ്. നല്ല ചൂടുണ്ട്, കൊതി വരുന്നുണ്ടോ നിങ്ങൾക്ക്? മീൻകറി കാണിച്ച് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുമല്ലേ. ആഹാ, നല്ല ചൂടുണ്ട്. കുറച്ച് മീനെടുക്കാം. രുചിയുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട് സത്യമായിട്ടും. നല്ല ഇടിയും പൊളിയും ഒക്കെ ഉണ്ട്. ഞാൻ വെച്ചോണ്ട് ഞാൻ പറയാം. ഇനി കുറച്ചും കൂടെ ചോറുണ്ട് ഞാൻ, എന്നിട്ട് അവിടെ പോയി ഇരുന്ന് കഴിക്കും. ഇപ്പം നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ കൊടുക്കണം. നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് വരാൻ പറ്റുള്ളൂ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി നാളെ വരാമേ. ഓക്കെ, ടാറ്റാ.